ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അമക്കറ്റീസ് വേൾഡ്. എല്ലാവർക്കും സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ്, സൺഡേ മോർണിംഗ് ഞങ്ങൾ എണിച്ചിട്ട് അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. വേറെ ദോശയില്ല, മസാല ദോശ. അങ്ങനെ പ്ലേറ്റിലേക്ക് ഒരു ദോശയും എടുത്ത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് പറയല്ല, അമ്മമ്മൻ്റെ മസാല ദോശ അടിപൊളിയാ. മസാല ദോശൻ്റെ ഒപ്പം ടൊമാറ്റോ ചട്നിയും കൂടി കൂട്ടി നമുക്ക് തിന്നാം. സാധാ ദോശ തിന്നണു. സാധാ ദോശ മസാല ദോശ ഉണ്ടാ. നിങ്ങൾക്കൊക്കെ സൺഡേ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കമൻറ്റ് ചെയ്യണേ. നംഷു രാവിലെ എണിച്ച് വന്നിട്ട് അച്ഛനും നംഷും കൂടി തത്തയ്ക്ക് ഫുഡ് വെള്ളമൊക്കെ കൊടുക്കുകയാണ്. എല്ലാവരും എൻ്റെ പേരൻറ്റിനൊരു ഹായ് പറയൂ. അവളെ അവിടെ എല്ലായിടത്തും കറങ്ങി നടക്കുക. നംഷിനെ പോലെ ഒരു കുറുമ്പി കുട്ടിയാന്ന് തോന്നുന്നു. എൻ്റെ അച്ഛനൊക്കെ കുറേ കടി കൊടുത്തു. ഗൈസ്, അച്ഛൻ പുറത്ത് പോകാറുന്നു. എന്നെ കാണാൻ വയ്യാത്തതുകൊണ്ട് അച്ഛനെ പുറത്തുകൊണ്ടില്ല. അത് ഓർത്തിട്ട് ഞാൻ കുറേ കറങ്ങി. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചക്ക് ബിരിയാണിയും പിന്നെ ചിക്കൻ 65. അമ്മയും അമ്മാമ്മയും അടുക്കളയിൽ നല്ല ചോറുണ്ടാക്കണു, മസാല ഉണ്ടാക്കണു, ചോറുണ്ടാക്കണു, ചിക്കൻ വറുക്കണു. കുറേ ബഹളമായിരുന്നു കിച്ചണിൽ. രസമുണ്ടത്. പല്ല എങ്ങനുണ്ട്? മധുരണ്ടോ? ഒക്കെ കൂടി മിക്സ് ആവണ്ട. അല്ല, ഒക്കെ എന്താ പറയാ, ദമ്മ് വേണ്ട. ദമ്മ് വേണമെന്നല്ല അല്ല, വെന്തിട്ടേ വെന്തോടയണ്ട. പിന്നെ ചിക്കൻ 65 ഉണ്ട്. 65 ഉണ്ട്. ഓ മൈ ഗോഡ്, ഇന്നത്തെ ദിവസം പൊളിക്കൂലല്ലേ. എന്തിനാ അമ്മയുടെ അടുത്ത് തന്നെ എപ്പോഴും നിൽക്കണേ? കുറച്ചേരം അവിടെ പോയിരുന്നോ? റൂമിൽ ഹാളിലൊക്കെ ഇരുന്നോ? അമ്മ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. വരാൻ വേണ്ടിട്ടല്ലേ വീഡിയോ എടുക്കണല്ലേ? എന്തായാലും അതെ, എന്റെ ഗൈസിന് കാണിച്ചു കൊടുക്കും. മീശൊക്കെ വെട്ടിയപ്പോ എന്തായാലും നല്ല ഗ്ലാമർ ആയിട്ടോ ഗൈസ്. മീശൊക്കെ വെട്ടി അച്ചാച്ച സുന്ദര കുട്ടപ്പനായി അല്ലേ? സൂപ്പർ. കാണിച്ചു കൊടുത്ത അമ്മ, എന്റെ ഗൈസിന് കാണിച്ചു കൊടുത്തേ. ഗൈസ്, എന്റെ അമ്മ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ എളുപ്പല്ലത്. അതിന് കുറച്ച് ലേബിളും കാലിബോർഡിലും എത്ര പ്ലേറ്റ് വെക്കണ പണിയെടുക്കണം. ഒരുത്തനെങ്കിലുണ്ടല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണത്. അഭിനന്ദിച്ചേക്കാം. നമ്മളുടെ ബീഫ് മസാലൊക്കെ റെഡി. കാണുമ്പോൾ തന്നെ കൊതിയാവണം. ഇത് നമ്മളുടെ സ്പെഷ്യൽ 65. ഞങ്ങളുടെ ലഞ്ചൊക്കെ റെഡിയായി. നിങ്ങൾക്ക് ഉച്ചക്ക് എന്തായിരുന്നു? ഓ, അച്ഛ വരുന്നുണ്ട് പൊന്നി. അച്ഛ വരുന്നുണ്ട് കേട്ടോ. വാ ബയോ. ലെറ്റ്സ് ഗോ. നമുച്ചുണ്ട്, ലെറ്റ്സ് ഗോ. എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റത്തില്ല, കാൽ മടക്കാൻ പറ്റില്ല. ഞാൻ എന്ത് വേണം ചെയ്യാം, ഡാൻസ് ചെയ്യാം.
എക്സ്പെർട്ട് ആയിട്ട് നല്ല എനർജികൾ എത്ര ദിവസമായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്? 2 days? 1 2 days. പോകേണ്ട ദൂരൊരാളും ഒട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. അങ്ങനെ ഞങ്ങളുടെ ഈവനിങ് ചായ കുടിക്കാനുള്ള ടൈമായി. ഇതെൻ്റെ ഫേവറേറ്റ് കോൺ നടത്താണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. നിങ്ങൾ ഇതിന് ട്രൈ ചെയ്തിട്ടുണ്ട് ഗൈസ്. കാല് വയ്യാത്തതുകൊണ്ട് എനിക്ക് കളിക്കാൻ പറ്റില്ല. അവിടെ ഇതൊക്കെ നോക്കിയിരുന്നു. നംശമൊന്നും കളിച്ചില്ല. അവൻ ജസ്റ്റ് ഓടി കളിച്ചായിരുന്നു. ലാസ്റ്റ് അവൻ മിഠായി വെച്ച് വന്നു. അത് ഇഷ്ടപ്പെട്ടോ? നംശന് വേണോ? ഇത് അത് സ്മോള്. ബിഗ് എടുക്ക്. ബിഗ് എടുത്തോ. അത് ബേബിക്കാ? പീക്കാച്ചുനാ? കണ്ണപ്പനാ? ആർക്കാ? എന്റെ പൊന്നാ. എന്റെ ഗൈസ് നിങ്ങൾക്കറിയുമ്പോൾ എന്താ ഇപ്പം നോക്കി നടക്കണമെന്ന്? കാറോ തോക്കൊക്കെയാണ് ഇവന് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് കാറാണ് നോക്കുന്നത്. കാറാണ് ഏറ്റവും ഇഷ്ടം ഇവന്. അവന് ഒരു ടോയ് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിംഗ് സ്വീറ്റ് കോൺ കഴിക്കാൻ പോയി. അപ്പോൾ ഇത് ഞങ്ങളുടെ പെർഫെക്റ്റ് സൺഡേ വ്ളോഗായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഉമ്മ. Like, subscribe, share, like. Also don't forget to comment. Bye bye. Keep support. Thank you. Love you, Amma.